മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, എന്നാൽ മനസ്സിലാക്കാനാണ് പ്രയാസം. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. ആവശ്യത്തിലധികം ലഭിക്കുന്നതാണ് ഭാഗ്യം. എന്നിട്ടും കരയുന്നുവെങ്കിൽ അത് നിർഭാഗ്യം. ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. ഭക്തരെ, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. നിങ്ങളുടെ സാഹചര്യം മറ്റൊരാൾക്ക് തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തും വരെ. മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല, മനസാക്ഷി അനുസരിച്ച് ജീവിക്കുക. ചില ആളുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ചില സമയങ്ങളിൽ അവർ തന്നെ മനസ്സിലാക്കിത്തരും. ഭക്തരെ, 3 തരം ആളുകളുണ്ട്. പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറയാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്ന ചില ആളുകളും. ഭക്തരെ, നിങ്ങളുടെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് വിഡ്ഢിയാകാതിരിക്കുക. വേദനിക്കുമെന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ഭക്തരെ, ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ഒന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. സ്നേഹം ബാല്യത്തിൽ സൗജന്യമായി ലഭിക്കുന്നു. യൗവനത്തിൽ അതിനായി അധ്വാനിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടി വരുന്നു. എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.